السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن محمدا عبده ورسوله خاتم الأنبياء والمرسلين، وعلى آله وصحابته أجمعين والتابعين لهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ സൂക്ഷിച്ച് തഖ്വ പുലർത്തി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവനിഷ്ടപ്പെടുന്ന അടിയാറുകളിൽ, അവൻ്റെ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയ നിഅമത്തുകൾ അത് ധാരാളക്കണക്കിനാണ്. ആ നിഅമത്തുകളുടെ കൂട്ടത്തിൽ വിലമതിക്കാനാകാത്തതും ഏറ്റവും മുകളിൽ വരുന്നതുമായ കാര്യം സഹോദരങ്ങൾ, അവൻ്റെ ദീനിലേക്ക് നമുക്ക് ഹിദായത്ത് നൽകി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെട്ട അവൻ്റെ നബിമാർ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹബത്ത് കൊണ്ട് അള്ളാഹു തിരഞ്ഞെടുത്ത സഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ, അവർ നിലകൊണ്ട ആ ശരിയായ ദീനിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് ഹിദായത്ത് നൽകി എന്നുള്ളതാണ് നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത്. അത് സഹോദരങ്ങളെ, ഒരിക്കലും ഈ നിഅമത്ത് നമുക്ക് ലഭിച്ചത് ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മേന്മ കൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങേയറ്റത്തെ അവൻ്റെ ഫള് കൊണ്ടാണ്, നിഅമത്ത് കൊണ്ടാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അള്ളാഹു പറയുകയാണ്, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഈമാനെ പ്രിയങ്കരമാക്കി തീർത്തിരിക്കുന്നു. വസയ്യനഹു ഫി ഖുലൂബിക്കും, നിങ്ങളുടെ ഖൽബുകളെ ആ ഈമാൻ കൊണ്ട് അവൻ അലങ്കരിച്ചിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, നിങ്ങൾക്ക് കുഫറും ഫിസ്ഖും ധിക്കാരവും നിങ്ങൾക്ക് അള്ളാഹു വെറുപ്പ് ഉള്ളതാക്കിയിരിക്കുന്നു. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് സന്മാർഗത്തിൽ പ്രവേശിച്ചവർ. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, ഫദ്ലം മിനല്ലാഹി വ നിഅമ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അങ്ങേയറ്റത്തെ ഔദാര്യമാണ്, അവൻ്റെ നിഅമത്താണ്, അനുഗ്രഹമാണ് ഈ ഈമാൻ നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി എന്നുള്ളത്. അപ്പം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി എന്നുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഹിദായത്തിലായി ജീവിക്കുക എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഹിദായത്തിലായിക്കൊണ്ട് മരിക്കുക, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതുപോലെ, അൽ ഉമൂറു ബി ഖവാതിമിഹ, കാര്യം അത് അതിൻ്റെ അവസാനത്തിനനുസരിച്ചായിരിക്കും. അവസാനം എന്ന് പറയുന്നത്, ഖാത്തിമത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുവൻ്റെ റിസൾട്ട്, അവൻ്റെ നതീജ തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് ഈ കാര്യം കൽപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു
ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ശരിയായ തഖ്വ പുലർത്തുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ അഥവാ ഈ ഹിദായത്തിലായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അഥവാ ഈ ഹിദായത്തിലാവുക, ഈ ഹിദായത്തിലായി ജീവിക്കുക എന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഈ ഹിദായത്തിലായിക്കൊണ്ട്, ഇസ്ലാമിലായിക്കൊണ്ട്, തൗഹീദിലായിക്കൊണ്ട് ഒരു മനുഷ്യൻ മരിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, നബിമാർ, അവരുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം. അതിൽ അവരുടെ പ്രാർത്ഥന അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ എടുത്തു കൊടുക്കുന്നുണ്ട്. തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹു നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സാലിഹീങ്ങളിൽ നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ദുആ നമുക്ക് കാണാം. അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വ അഹ്യിന മുസ്ലിമീൻ, അല്ലാഹുവേ മുസ്ലിമീങ്ങളായി ഞങ്ങളെ നീ മരിപ്പിക്കണമേ. വ അഹ്യിന മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായി നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ. വ അൽഹിഖ്ന ബിസ്സാലിഹീൻ, അതുപോലെ നീ ഞങ്ങളെ സാലിഹീങ്ങളിൽ ചേർക്കണമേ. ഗൈറ ഖസായ വല മഫ്തൂനീൻ, നിന്ദ പേറിക്കൊണ്ടും ഫിത്നയിൽ അകപ്പെട്ടുകൊണ്ടുമല്ലാതെ സാലിഹീങ്ങളോടൊപ്പം ഈമാനോടുകൂടി മരിച്ച് ഈമാനോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നീ സാലിഹീങ്ങളിൽ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ സഹോദരങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഹമ്മ് നമ്മൾ ഈമാനോടുകൂടി ജീവിക്കുക എന്നതോടൊപ്പം ഏറ്റവും നല്ല അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം. ഇന്നർ റജുല ലയഅമലു ബിഅമലി അഹ്ലിന്നാർ, തീർച്ചയായും ചില ആളുകൾ, ഒരു മനുഷ്യൻ അവൻ നരകവാസിയുടെ കർമ്മങ്ങൾ അവൻ ചെയ്യും. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാഉൻ, ഒരടി മാത്രം ദൂരം ആ നരകവുമായി അവൻ കണ്ടുമുട്ടും എന്ന് പറഞ്ഞാൽ അവന്റെ ആയുസ് അവസാനിക്കാറാവും. ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്നതി ഫയദ്ഖുലുൽ ജന്ന, അങ്ങനെ അവന്റെ മേലുള്ള കിതാബ് രേഖ അവനെ മുൻകടക്കും. അങ്ങനെ അവൻ സ്വർഗവാസികളുടെ പ്രവർത്തനം ചെയ്യും. ഫയദ്ഖുലുൽ ജന്ന, അങ്ങനെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വ ഇന്ന റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, ചില മനുഷ്യന്മാർ അവൻ സ്വർഗവാസിയുടെ പ്രവർത്തനം ചെയ്യും. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാ, പിന്നെ അവനും ആ സ്വർഗത്തിനുമിടയിൽ ഒരു അടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ, പിന്നീട് അവൻ നരകവാസികളുടെ പ്രവർത്തനം ചെയ്യും. ഫയദ്ഖുലുന്നാർ, അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കും. ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇത് സഹോദരങ്ങളെ, നമ്മുടെ സാലിഹീങ്ങളായ മുൻഗാമികൾ, സലഫുകൾ, അവർ ഏറ്റവും ഭയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈമാനോടുകൂടി ദുനിയാവിൽ ജീവിക്കുക എന്നതുപോലെ അതിനേക്കാൾ ഗൗരവത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മുടെ അന്ത്യം, നമ്മുടെ നിഹായ, അത് അള്ളാഹു തൃപ്തിപ്പെടുന്ന നിലക്കാകുമോ, അതല്ല അള്ളാഹു കോപിക്കുന്ന, അവൻ വെറുക്കുന്ന അവസ്ഥയിലായിരിക്കുമോ അവനെ കണ്ടുമുട്ടുന്നത് എന്ന ബേജാറിലായിരിക്കണം, എന്ന ഖൗഫിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. സലഫുകൾ അവരെ സംബന്ധിച്ച് പറയുന്നത് കാണാം, ഈ കാര്യത്തിൽ അങ്ങേയറ്റം ഭയപ്പെടുന്ന ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയം അദ്ദേഹം കരയുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, മാ യുബ്കീക യാ അബാ ഹുറൈറ, താങ്കൾ എന്തിനാണ് കരയുന്നത്, എന്താണ് താങ്കളെ കരയിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അമാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി, ഈ ദുനിയാവ് അതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്, വലാകിന്നി അബ്കി ലിബുഅദ സഫരി വഖില്ലത്തി സാദി, തീർച്ചയായിട്ടും ഞാൻ കരയുന്നത് എനിക്ക് പോകാനുള്ള യാത്രയുടെ ദൂരവും എന്റെ കയ്യിലുള്ള വിഭവത്തിന്റെ കുറവും ആലോചിച്ചിട്ടാണ്. അഥവാ തഖ്വയാകുന്ന പാതയും നന്മ എന്റെ അടുത്ത് ഇല്ല, എന്നാൽ ദൂരമാകട്ടെ വളരെ ധാരാളമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുന്നത് അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്.
ഇത് സഹാബത്തിന്റെ അവസ്ഥയാണ്. അതുപോലെ തന്നെ താബിഈങ്ങളിൽപ്പെട്ട സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഫകാന യബ്കി വയഖൂൽ, അദ്ദേഹം കരയുകയും അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്യുമായിരുന്നു, അഖാഫു അൻ ഉസ്ലബൽ ഈമാന ഇൻദൽ മൗത്ത്, എന്റെ ഈമാൻ മരണത്തിന്റെ സമയത്ത് ഊരിയെടുക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം കരയാറുണ്ടായിരുന്നു. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് യഖൂം ഫിൽ ലൈലി വയഖൂൽ, രാത്രിയിൽ നമസ്കാരത്തിനായി എഴുന്നേറ്റ് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആ ദുആ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, യാ റബ്ബ് ലഖദ് അലിംത സാകിനൽ ജന്നതി മിൻ സാകിനിൻ നാർ, അള്ളാഹുവേ നിനക്കറിയാം നരകവാസികൾ ആരാണ് സ്വർഗവാസികൾ ആരാണ് എന്നത് അള്ളാഹുവേ നിനക്കറിയാം. ഫഫി അയ്യി ദാറൈനി മൻസിലു മാലിക് ഇബ്നു ദീനാർ, അള്ളാഹു ആ രണ്ട് മൻസിലുകളിൽ ഏതാണ് എന്റെ മൻസിൽ എന്ന്, മാലിക് ഇബ്നു ദീനാറിന്റെ മൻസിൽ ഏതാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരൂ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് അത് തേടുകയാണ്. അള്ളാഹുവിനോട് ആ പര്യവസാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹം ബേജാറാവുകയാണ്, അള്ളാഹുവിനോട് ആ ആഖിബത്ത് നന്നാക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇത് സലഫുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. അഥവാ ഈമാനോടുകൂടി അള്ളാഹുവിന്റെ വലിയ തൗഫീഖിനാൽ അവന്റെ ഹിദായത്തിലായി ജീവിക്കുമ്പോഴും അന്ത്യത്തെ സംബന്ധിച്ച് നമ്മുടെ ഖാത്തിമത്ത് എന്താകും എന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുകയും അള്ളാഹുവിനോട് ധാരാളമായി തേടുകയും അതിനെ ആലോചിച്ച് ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്നുള്ളതാണ്. ഇത് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് അവൻ ഖാത്തിമത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി കൊടുക്കും എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അവനെ അല്ലാഹു ഉപയോഗിക്കും. ഖാലു വകൈഫ യസ്തഅമിലുഹു, സഹാബത്ത് ചോദിച്ചു എങ്ങനെയാണ് അവനെ ഉപയോഗിക്കുന്നത്? ഖാല യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ല മൗതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള അവന്റെ വേളയിൽ അവന് അമൽ സ്വാലിഹത്ത് ചെയ്യാൻ അല്ലാഹു അവന് തൗഫീഖ് കൊടുക്കും. അഥവാ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് അന്ത്യം നന്നാക്കി കൊടുക്കും എന്നാണ് ഈ ഹദീസിൽ വ്യക്തമാകുന്നത്. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് ഏതൊരു അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണോ നമുക്ക് ഈ ഹിദായത്ത് ലഭിച്ചത്, ഈ ഹിദായത്തിലായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെങ്കിലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അങ്ങേയറ്റത്തെ ഔദാര്യം നമുക്ക് ആവശ്യമാണ്. ആ ഔദാര്യം കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഔദാര്യം, മഹത്തായ ഔദാര്യം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഹുസ്നുൽ ഖാത്തിമ അഥവാ നല്ല പര്യവസാനം ലഭിക്കുന്നതിന് ചില അസ്ബാബുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അസ്ബാബുകൾ സ്വീകരിക്കുകയും അള്ളാഹുവിനോട് അത് തേടുകയും ചെയ്താൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവന്റെ ഔദാര്യത്താൽ നമുക്ക് ഹുസ്നുൽ ഖാത്തിമ നല്ല അന്ത്യം നമുക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, മിൻ അസ്ബാബി ഹുസ്നുൽ ഖാത്തിമ, ഒരടിമക്ക് നല്ല അന്ത്യം അള്ളാഹു നൽകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സബബുകളിൽ ഒന്നാണ് തഖ്വല്ലാഹി അസ്സ വജല്ല ഫിസ്സിർരി വൽ അലൻ, ശരിയായ ഈമാനും അമൽ സ്വാലിഹാത്തും എന്ന് പറയുന്നതിന്റെ മറ്റൊരു രൂപമാണ് തഖ്വല്ലാഹി അസ്സ വജല്ല ഫിസ്സിർരി വൽ അലൻ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ പുലർത്തുക എന്നുള്ള കാര്യം ശരിയായ തൗഹീദിൽ അതുപോലെ തന്നെ ശരിയായ സുന്നത്തിൽ ഒരുവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹുസ്നുൽ ഖാത്തിമ നല്ല അന്ത്യത്തിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സബബ് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. സൂറത്ത് ഫുസ്സിലത്തിന്റെ 30-ാമത്തെ ആയത്ത്. അഥവാ അല്ലാഹു ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹു ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും സുമ്മ ഇസ്തഖാമു പിന്നീട് അതിൽ ഇസ്തിഖാമത്തോടുകൂടി ഉറച്ചു നിൽക്കുകയും അഥവാ തഖ്വ പുലർത്തി ജീവിക്കുകയും ചെയ്ത ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അവസാന സമയത്ത് അവർ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക,
റഹ്മത്തിന്റെ മലക്കുകൾ അവന്റെ അടുത്തേക്ക് വരും. അവനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയും, അല്ലാ തഖാഫു, നീ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനു, നീ വിഷമിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്ന, നീ സ്വർഗം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക, അല്ലത്തി കുൻതും തുഅദൂൻ, നീ ഏതൊന്നിനെ കുറിച്ചാണോ വാഗ്ദാനം ചെയ്യപ്പെട്ടത് ആ സ്വർഗം ഇതാ നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവന്റെ അടുത്തുണ്ടാവുമെന്നാണ്. ഇപ്പൊ സഹോദരങ്ങളെ, ഏത് ഈമാനും അമലു സ്വാലിഹാത്തും അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുക, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്ന കാര്യവും ഇത് ഒരു മനുഷ്യന്റെ അന്ത്യം നന്നാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട, അള്ളാഹുവിന്റെ ഔദാര്യം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട സബബാണ് അള്ളാഹുവിനെ തഖ്വ പുലർത്തുക എന്നുള്ളത്. രണ്ടാമത്തത് വമിൻ അസ്ബാബിൽ ഖാത്തിമത്തുൽ ഹസന, ഏറ്റവും നല്ല അന്ത്യം ഒരുവന് ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള സബബ് അൽ ഇഹ്തിമാമു ബിസലാഹിൽ ഖൽബ്, ഖൽബ് നന്നാകുന്നതിൽ ഒരുവൻ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. വ ഇഖ്ലാസുൽ അമലി ലില്ലാഹി തആല, അതുപോലെ തന്നെ കർമ്മങ്ങൾ അതിന്റെ ഇഖ്ലാസ് നന്നാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണ്? എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരുവന്റെ ഖൽബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നമ്മൾ പഠിച്ചിട്ടുള്ള ധാരാളം കേട്ടിട്ടുള്ള ഹദീസ്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സുലിഹത് സലഹൽ ജസദു കുല്ലു എന്ന് പറയുന്ന ഹദീസ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ അവൻ കേടുവരുന്നത് ഖൽബ് കേടുവരുന്നതിലൂടെയാണ്. ഒരുവൻ നന്നാകുന്നത് ഖൽബ് നന്നാകുന്നതിലൂടെയാണ്. അതുകൊണ്ട് ഖൽബ് നന്നാകുന്നതും കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് ഒരടിമ കൂടുതൽ അടുക്കുകയും ഒരുവന്റെ ഖൽബ് കേടുവരുന്ന കാര്യത്തെ സംബന്ധിച്ച് അവൻ അകലം പാലിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അവൻ മോശമായ അന്ത്യം അവൻ ഭയപ്പെടണം. അതുപോലെ തന്നെ നല്ല അന്ത്യം അവൻ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഇങ്ങനെയാണ്: റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന, അല്ലാഹുവേ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഖൽബുകളെ തെറ്റിച്ച് കളയരുത്, ബഅദ ഇദ് ഹദൈതന, അതിന് നീ ഹിദായത്ത് നൽകിയതിന് ശേഷം. ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു ദുആയാണ്. നോക്കൂ നിങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട തഫ്സീറിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വിശദീകരണം കാണാം. ഫലമ്മാ സാഗു അസാഗ അല്ലാഹു ഖുലൂബഹും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഒരു അടിമയുടെയും ഖൽബിലെ ഹിദായത്ത് അല്ലാഹു ഒരിക്കലും സ്വന്തം നിലക്ക് അവൻ തെറ്റിച്ച് കളയുകയില്ല. ഒരടിമയുടെയും ഖൽബിലുള്ള ഹിദായത്ത് അള്ളാഹു സ്വന്തം നിലക്ക് അവന്റെ ഉദ്ദേശത്തിൽ അവൻ എന്ത് ചെയ്യുകയില്ല, എടുത്ത് ഊരിക്കളയുകയില്ല, മാറ്റിക്കളയുകയില്ല. ഏതുവരെ? അവൻ സ്വന്തം നിലക്ക് ആ മനുഷ്യൻ അത് ചെയ്യുന്നത് വരെ. എന്നിട്ട് ഈ ആയത്ത് വിശദീകരിച്ചു, ഫലമ്മാ സാഗു, അവർ തെറ്റിപ്പോയപ്പോൾ, അള്ളാഹുവിന്റെ ഹിദായത്തിൽ നിന്ന് അവർ സ്വയം തെറ്റിയപ്പോൾ, അസാഗ അല്ലാഹു ഖുലൂബഹും, അവരുടെ ഖൽബുകളെ അള്ളാഹു തെറ്റിച്ചു കളഞ്ഞു. അപ്പൊ ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഖൽബാണ് തെറ്റിച്ച് കളയുന്നത്. ഖൽബ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഖൽബിനെ നമ്മൾ തിന്മയിലും ഹറാമുകളിലും അശ്രദ്ധയിലുമായി വിഹരിക്കാൻ നമ്മൾ നമ്മുടെ ഖൽബിനെ വെറുതെ വിട്ടാൽ അത് ആ അവസ്ഥയിൽ നീങ്ങിപ്പോവുകയും അവസാനം നമ്മുടെ ഹിദായത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്യും. നമ്മുടെ ഖൽബിനെ നമ്മൾ ശ്രദ്ധിക്കുകയും നമുക്ക് കിട്ടിയ ഹിദായത്ത് അത് നമ്മൾ സംരക്ഷിക്കുകയും ചെയ്താൽ ആ അവസ്ഥയിൽ നമ്മുടെ ഖാത്തിമത്ത് നന്നാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധ നമ്മുടെ ഖൽബിന്റെ സലാഹിലായിരിക്കണം, അത് നന്നാക്കുന്ന കാര്യത്തിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തേതായി നമുക്ക് ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനം ലഭിക്കാൻ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ളതായ കാര്യം ഹുസ്നുൽ ളന്നി ബില്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് സൽവിചാരം ഒരടിമക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരടിമയുടെ ഖൽബ് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലായിരിക്കും അള്ളാഹു അവനോട് പെരുമാറുക, അള്ളാഹു അവനോടുള്ള സമീപനം സ്വീകരിക്കുക എന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. വൽയുഹ്സിനുൽ ളന്ന ബിഹി, ഒരടിമ തന്റെ റബ്ബിനോടുള്ള ചിന്ത, റബ്ബിനെ കുറിച്ചിട്ടുള്ള വിചാരം അവൻ നന്നാക്കട്ടെ. ഫഖദ് വസിഅത് റഹ്മതുഹു കുല്ല ഷൈഇൻ, കാരണം അവന്റെ റഹ്മത്ത് എല്ലാത്തിനെയും മറികടന്നിട്ടുണ്ട്, വിശാലമായിട്ടുണ്ട്. വസബഖത് റഹ്മതുഹു ഗളബഹു, അള്ളാഹുവിന്റെ കാരുണ്യം
അവന്റെ കോപത്തെ മറികടന്നിട്ടുണ്ട്. ഇത് അള്ളാഹു വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള റബ്ബിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല വിചാരമായിരിക്കണം ഒരടിമക്ക് ഉണ്ടാകേണ്ടത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ശാബ്ബിൻ വഹുവ ഫിൽ മൗത്ത്. ഒരു ചെറുപ്പക്കാരൻ അവൻ മരണാസന്നനായി കിടക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രവേശിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ചോദിച്ചു, ഫഖാല കൈഫ തജിദുക്, നീ നിന്നെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? നീ നിന്റെ അവസ്ഥയെ സംബന്ധിച്ച് നിനക്ക് അള്ളാഹുവിലുള്ള വിചാരം എന്താണ്? അദ്ദേഹം പറയാൻ, ഖാല വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി അർജുല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ വളരെ വലിയ പ്രതീക്ഷയിലാണ്. വഇന്നി അഖാഫു ദുനൂബി, ഞാൻ അങ്ങേയറ്റം എന്റെ പാപങ്ങളെ ഓർത്ത് അങ്ങേയറ്റം ഭയപ്പാടിലാണ് ഉള്ളത്. പക്ഷെ ഞാൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷയിലുമാണുള്ളത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ, ഇങ്ങനെയുള്ളൊരവസ്ഥ ഒരു അടിമയുടെ കൽബിൽ സമ്മേളിക്കുകയില്ല. ഇല്ല അഅതാഹുല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അവന് നൽകുകയും അവൻ ഏതൊന്നിൽ നിന്നാണോ ഭയപ്പെടുന്നത് അതിൽ നിന്ന് അവനെ സംരക്ഷിക്കുകയും ചെയ്തിട്ടല്ലാതെ ഒരടിമയുടെയും കൽബിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിക്കുകയില്ല. അഥവാ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള സൽ വിചാരം, എന്നാൽ നമ്മുടെ പാപങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഭയവും ഖൗഫും റജാവും എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള അക്കാര്യം, ഇത് ഒരടിമയുടെ മനസ്സിൽ അവന്റെ മരണാസന്നനായിരിക്കുന്ന സമയത്ത് അവനുണ്ടായാൽ, ആ ഹുസ്നുൽ ദൻ അവനുണ്ടായാൽ, അള്ളാഹു അവന്റെ ആ ദന്ന് പാഴാക്കുകയില്ല. അന ഇൻദ ദന്നി അബ്ദി ബി, ഞാൻ എന്റെ അടിമയുടെ വിചാരം അവൻ എങ്ങനെയാണോ എന്നെ കുറിച്ച് വിചാരിക്കുന്നത് അപ്രകാരമായിരിക്കും ഞാൻ അവനോടുള്ള എന്റെ സമീപനം എന്ന് ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല വഫാത്തിഹി ബിസലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് മുമ്പ് അവിടുന്ന് 3 പ്രാവശ്യം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അവിടുന്ന് പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ബില്ലാഹി ളൻ, നിങ്ങൾ ഒരാളും മരിച്ചു പോകരുത് തന്റെ റബ്ബിനെ സംബന്ധിച്ച് നല്ല വിചാരത്തോടെയല്ലാതെ. അങ്ങനെ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ആവർത്തിച്ചു. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹിഹായ ഹദീസാണ്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഹുസ്നുൽ ദൻ, നമ്മുടെ പാപങ്ങൾ എത്ര അധികരിച്ചിട്ടുണ്ടെങ്കിലും അതിന് തൗബ ചെയ്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തും അവന്റെ ഭാഗത്തു നിന്നുള്ള ഖുബൂലും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേയറ്റം നല്ല പ്രതീക്ഷയോടുകൂടി അവന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടായിരിക്കണം ഒരടിമ റബ്ബിനെ കണ്ടുമുട്ടേണ്ടത്. അങ്ങനെയെങ്കിൽ അത് അവന്റെ ഹുസ്നുൽ ഖാത്തിമയായി പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4ാമത്തെ കാര്യം, വമിൻ അസ്ബാബി തൗഫീഖി ലിഹുസ്നുൽ ഖാത്തിമ, നല്ല അന്ത്യത്തിന്റെ മറ്റൊരു സബബ് ദുആഉല്ലാഹി തആല ബിസ്സബാതി അലാ ദീനിഹി ഇലൽ മമാത്ത്, ഈമാനിലായിക്കൊണ്ട് ദീനിലായിക്കൊണ്ട് മരണം വരേക്കും ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നല്ല അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് ഒരടിമക്ക് ഹുസ്നുൽ ഖാത്തിമ ലഭിക്കാൻ കാരണമാകുന്ന സബബുകൾപ്പെട്ടതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ നിന്റെ ദീനിലായിക്കൊണ്ട് എന്റെ കൽബിനെ മാറ്റിമറിക്കുന്നവനായ റബ്ബെ, എന്റെ കൽബിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണമേ. ഖാല ഫഖുൽനാ യാ റസൂലല്ലാഹ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഹദീസ് കേട്ടപ്പോൾ, ഈ ദുആ അങ്ങനെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, ആമന്നാ ബിക വബിമാ ജിഅത ബിഹി, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ കൊണ്ടുവന്ന ദീൻ നമ്മൾ വിശ്വസിച്ചു, താങ്കൾ ഞങ്ങൾ വിശ്വസിച്ചു, താങ്കൾ കൊണ്ടുവന്ന ദീനിൽ ഞങ്ങൾ വിശ്വസിച്ചു. ഫഹൽ തഖാഫു അലൈന, എന്നിട്ടും താങ്കൾ ഞങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുകയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല നഅം, അതെ തീർച്ചയായും നമ്മൾ ഭയപ്പെടണം. ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബഅൈനി മിൻ അസാബിഇല്ലാഹി അസ്സ വജല്ല
യുഖല്ലിബുഹാ കൈഫ യശാ. തീർച്ചയായും മനുഷ്യന്റെ ഖൽബ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിൽ ആകുന്നു. യുഖല്ലിബുഹാ കൈഫ യശാ, അതെങ്ങനെയാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവ്വിധം അവൻ അതിനെ മാറ്റിമറിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ദുആ, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ് എന്ന് പറയുന്ന ആ ദുആ, ഇതൊക്കെ നമ്മളുടെ ദുആയിൽ കാര്യമായി നമ്മൾ ഇടം കൊടുക്കേണ്ടുന്ന കാര്യമാണ്. ഈ 4 കാര്യങ്ങൾ ഒരടിമ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അത് അള്ളാഹുവിന്റെ ഔദാര്യം കഴിഞ്ഞാൽ അവന് അവന്റെ ഖാത്തിമത്ത് നന്നാകാൻ അവന് സഹായിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു അടിമക്ക് സൂഉൽ ഖാത്തിമ, മോശമായ അന്ത്യമുണ്ടാകാൻ ഒരടിമയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഔദാര്യമില്ലെങ്കിൽ, അതുപോലെ അള്ളാഹു അവനെ ഒരു അടിമയെ കൈവിട്ടാൽ അവന് മോശമായ നിന്ദ്യമായ അന്ത്യം അവന് വന്നു ഭവിക്കും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഫഹിയ അൻ യുദ്രികകൽ മൗതു ഫി ഹാലി ഗഫ്ലതിക്, നീ അങ്ങേയറ്റം അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് നിന്നെ മരണം പിടിപെടുക എന്നുള്ളതാണ് സൂഉൽ ഖാത്തിമ കൊണ്ട് ഉദ്ദേശം. വബുഅദിക അനില്ലാഹ്, അള്ളാഹുവിൽ നിന്ന് നീ ഏറെ അകലത്തായിരിക്കുന്ന അവസ്ഥയിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരടിമ എത്തിപ്പെട്ടാൽ അത് അവന്റെ ഷഖാ ആണ്, അവന്റെ ഷഖാവത്താണ്, അഥവാ അവന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യത്തിന്റെ അടയാളമാണ്. ആ അവസ്ഥയിലായിരിക്കും ഒരു മനുഷ്യൻ റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ളത്. അതിനുള്ള അസ്ബാബുകൾ അത് നമ്മൾ അറിയുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും വേണം. അതിന്റെ അസ്ബാബുകൾ ഒന്നാമത്തേതാണ് അൻ യുസിറൽ അബ്ദു അലൽ മആസി വയഅലഫഹാ, ഒരടിമ തൗഹീദും സുന്നത്തിലേക്കും പ്രവേശിച്ചതിന് ശേഷം അവനെ സംബന്ധിച്ച് അവന് സൂഉൽ ഖാത്തിമത്ത് ഉണ്ടാകാൻ കാരണമാകുന്ന കാര്യം അവൻ ഹറാമിൽ തുടരുക എന്നുള്ളതാണ്. ഹറാമ് സംഭവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഹറാമിൽ അതിൽ തുടരുകയും അതിൽ ഉറച്ചു നിൽക്കുകയും അതുമായി അവന്റെ ഖൽബ് ഇഴുകിച്ചേരുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥ ഒരുവന്റെ അവസ്ഥയിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരുവൻ എത്തിപ്പെട്ടാൽ അവൻ മോശമായ അന്ത്യം അവൻ ഭയപ്പെടണം എന്നുള്ളതാണ്. ഫഇന്ന മൻ അലിഫ ശൈഅൻ മാത അലൈ, കാരണം ഒരുവൻ ഏതൊന്നുമായിട്ടാണോ ദുനിയാവിൽ അവൻ അവന്റെ ഖൽബ് ഇണങ്ങിയിട്ടുള്ളത് ആ അവസ്ഥയിലായിരിക്കും അവൻ മരിക്കുക എന്നുള്ളതാണ്. ചില റിവായത്തുകൾ വന്നതുപോലെ മൻ ആശ അലാ ശൈഇൻ മാത അലൈ, ഒരുവൻ ഏതൊന്നിലാണോ ജീവിച്ചത് ആ അവസ്ഥയിലായിരിക്കും അവൻ മരിക്കുക. വമൻ മാത അലാ ശൈഇൻ ബുഇത അലൈ, അവൻ ഏതവസ്ഥയിലാണോ മരിച്ചത് ആ അവസ്ഥയിലായിരിക്കും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുവൻ അവന്റെ കർമ്മങ്ങൾ എല്ലായ്പ്പോഴും അവൻ നന്നാക്കിക്കൊണ്ടേയിരിക്കണം. ഒരുവനെ സംബന്ധിച്ച് ഗഫലത്തിലാകുന്ന അവസ്ഥ, അതുപോലെ തന്നെ പാപങ്ങൾ സംഭവിക്കുന്ന അവസ്ഥ, അത് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ അവരുടെ അവസ്ഥ എന്തായിരിക്കും? വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്, അവരെന്തെങ്കിലും വൃത്തികേടുകളോ എന്തെങ്കിലും ഹറാമുകളോ അവർക്ക് സംഭവിച്ചു പോയാൽ ദക്കറുല്ലാഹ്, അവരെന്ത് ചെയ്യും? അള്ളാഹുവിനെ ഓർക്കും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അങ്ങനെ അവരെന്ത് ചെയ്യും? ഫസ്തഗ്ഫറൂ, അവർ വേഗം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങും, തൗബ ചെയ്ത് മടങ്ങും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ആരാണ് പാപങ്ങൾ പൊറുക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മെ സംബന്ധിച്ച് പാപങ്ങൾ സംഭവിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ച് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ ആ പാപങ്ങൾ തുടരുകയും ആ പാപവുമായി ഒരുവന്റെ ഖൽബ് ഇണക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. അത് അവന്റെ മോശമായ അന്ത്യത്തിന് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ മുൻഗാമികൾപ്പെട്ട ചില ആളുകളുടെ അവസ്ഥ പറയുന്നത് കാണാം. അവരുടെ മരണാസന്നമായ സമയത്ത് ചില ആളുകളുടെ അടുത്ത് പോയിരിക്കുകയും അവർക്ക് തൽഖീൻ ചൊല്ലിക്കൊടുക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ വേണ്ടിയിട്ട് തൽഖീൻ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ടോ അവസാനം എന്തു ചെയ്യും? അവൻ കുഫറിലായിക്കൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ നിഷേധിച്ചുകൊണ്ട് ചില ആളുകൾ അങ്ങനെ അവർ അങ്ങ് മരിച്ചുപോയി. അവരെ കുറിച്ച് പറയപ്പെടുന്നു ഫൈദാ ഹുവ മുദ്മിനു ഖംറിൻ, അവന്റെ അവസ്ഥ എന്തായിരുന്നു? അവൻ അള്ളാഹു ഇല്ലെന്ന് പറഞ്ഞവനോ അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർത്തവനായിരുന്നില്ല, മുസ്ലിമായി മുവഹിദായി ജീവിച്ച ആളായിരുന്നു. പക്ഷേ മുദ്മിനു ഖംറിൻ, അങ്ങേയറ്റം മദ്യപാനിയായ ഹറാമിൽ ആണ്ട് പൂണ്ട് കിടന്ന ആളായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യന് അവൻ അവസാന സമയത്ത് ഒരു പക്ഷേ അവന്റെ ഈമാൻ തന്നെ ഊരിപ്പോകുന്ന അവസ്ഥയിൽ ഒരു പക്ഷേ
അവന്റെ അന്ത്യം സംഭവിക്കുകയും ആ അവസ്ഥയിൽ അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുകയും അങ്ങനെ അവന്റെ അന്ത്യം മോശമാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇബ്നു ദഖീഖ് അൽ ഈദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാം, അക്ലു റിബ മുജറബുൻ ലിസൂഇൽ ഖാത്തിമ. പലിശ ഭക്ഷിക്കുക എന്ന് പറയുന്നത് അത് അറിയപ്പെട്ടിട്ടുണ്ട്, അത് ആളുകൾക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. ലിസൂഇൽ ഖാത്തിമ, പലിശ ഭക്ഷിക്കുക പോലുള്ള വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരുടെ അന്ത്യം മോശമായത് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ടുള്ള കാര്യമാണ് എന്ന് ഇബ്നു ദഖീഖ് അൽ ഈദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. അപ്പൊ ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. പാപങ്ങൾ അതിനോട് മനസ്സണക്കപ്പെടുകയും ആ പാപങ്ങളിൽ നമ്മൾ നിലയുറപ്പിക്കുകയും അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഭയപ്പെടുകയും എത്രയും വേഗം അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും വേണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, നമ്മുടെ മോശമായ അന്ത്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന കാരണങ്ങളിൽപ്പെട്ട മറ്റൊരു കാരണമാണ് മിൻ അസ്ബാബി സൂഇൽ ഖാത്തിമത്തി ദുനൂബുൽ ഖലവാത്ത്. രഹസ്യമായ പാപങ്ങൾ, തിന്മകൾ, അത് ഒരു മനുഷ്യനെ നിന്ദ്യമായ മോശമായ അന്ത്യത്തിലേക്ക് അവനെ കൊണ്ടു ചെന്നെത്തിക്കും. സഹൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നു, ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന. ഒരു വ്യക്തി അവൻ സ്വർഗവാസികളുടെ പ്രവർത്തനം ചെയ്യും. ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പുറമേക്ക് അവൻ മുഅ്മിനീങ്ങളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ആയിരിക്കും. വഹുവ മിൻ അഹ്ലിന്നാർ, പക്ഷെ അവന്റെ പര്യവസാനം എന്താണ്? അവൻ നരകവാസികൾപ്പെട്ടവനാണ്. വലഇയാദു ബില്ലാഹ്. വ ഇന്ന റജുല ലയഅമലു അമല അഹ്ലിന്നാർ, എന്നാൽ ചില ആളുകൾ, ചില വ്യക്തികൾ അവൻ നരകവാസികളുടെ പ്രവർത്തനം ആയിരിക്കും ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന്റെ ലാഹിർ ചിലപ്പോൾ മോശമായിരിക്കും. ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങൾ അങ്ങനെയാണ് അവനെ പുറമേക്ക് കാണുക. വഹുവ മിൻ അഹ്ലിൽ ജന്ന, പക്ഷെ അവന്റെ അവസാനം എന്തായിരിക്കും? അവൻ സ്വർഗവാസികൾ പെട്ടവനായിരിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാം, ഖാതിമത്തു സൂഇ തകൂനു ബിസബബി ദസീസത്തിൻ ബാത്തിനത്തിൻ ലിൽ അബ്ദി ലാ യത്തലിഉ അലൈഹ അന്നാസ്. ജനങ്ങൾ ആരും അറിയാത്ത, ജനങ്ങളുടെ മുമ്പിൽ ഒന്നും വെളിപ്പെടാത്ത വളരെ മോശമായ രഹസ്യമായ തിന്മകൾ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അന്ത്യം മോശമാക്കുന്നതിന് കാരണമാകും. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയാൻ, ഇമ്മാ മിൻ ജിഹത്തി അമലിൻ സയ്യിഇൻ വനഹ്വി ദാലിക്, അവന്റെ പ്രവർത്തനം വളരെ മോശമായ പ്രവർത്തനമായിരിക്കും അത് കാരണത്താൽ. ഫതിൽകൽ ഖസ്ലത്തുൽ ഖഫിയ്യ, ആ രഹസ്യമായ ആ തിന്മ, തൂജിബു, അത് നിർബന്ധമാക്കും, സൂഉൽ ഖാത്തിമത്തി ഇൻദൽ മൗത്ത്, അവന്റെ മരണത്തിന്റെ സമയത്ത് അവന്റെ അന്ത്യം മോശമാക്കാൻ അവൻ ആ ചെയ്ത രഹസ്യമായ തിന്മ അത് കാരണമാകും എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ വിശദീകരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങൾ, രഹസ്യമായ തിന്മകൾ, അതിൽ നിന്ന് ഒരു മുഅ്മിൻ എത്രയും വേഗം പുറത്തു കിടക്കുക എന്നുള്ളത് അവന്റെ അന്ത്യം മോശമാകാതിരിക്കാൻ അവൻ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ ഉലമാക്കൾ അതിന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ധാരാളമായി രഹസ്യമായ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. രഹസ്യമായ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് രഹസ്യമായ തിന്മകളിൽ നിന്ന് മോചനം നൽകുന്ന, ഖലാസ് നൽകുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ധാരാളമായി അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അതുപോലെ തന്നെ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുക, നിരന്തരം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അള്ളാഹുവിനോട് അതിൽ നിന്ന് സലാമത്തിനെ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ഈ പറയപ്പെട്ട രണ്ട് കാര്യങ്ങൾ അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കുകയും ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ മോശമായ അന്ത്യമുണ്ടാകുന്നതിൽ നിന്ന് സഹോദരങ്ങളെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ഈ ബാബിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, ഫമിൻ അലാമാത്തി ഹുസ്നിൽ ഖാത്തിമ, നല്ല അന്ത്യത്തിന് ചില അടയാളങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തേതാണ് നുത്ഖുഹു ബിശ്ശഹാദത്തി ഇൻദൽ മൗത്ത്, ഒരുവൻ മരണസമയത്ത് കെലിമ ചൊല്ലി മരിക്കുന്ന അവസ്ഥയുണ്ടായാൽ അതവന്റെ ഹുസ്നുൽ ഖാത്തിമയുടെ അലാമത്തായി, അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരൊരുവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയോ അവൻ
സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമ്മൾ ജീവിതത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ശീലമാക്കുന്നത് അതാണ് നമ്മുടെ മരണസമയത്ത് നമ്മുടെ നാവിൽ വരിക. ഉലമാക്കൾ ഇത് ധാരാളം പരസ്പരം വസിയത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഉലമാക്കൾ ധാരാളം പരസ്പരം വസിയത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താണോ ധാരാളമായി നമ്മുടെ നാവിൽ ഉണ്ടാവുക അതായിരിക്കും മരണസമയത്ത് നമ്മുടെ നാവിൽ വരിക. ഏതുപോലെ എന്നാൽ ഹറാമായ പാട്ടുകളും ഹറാമായ സംഗീതവും ഹറാമായ വാക്കുകളും പിന്നെ വളരെ മോശമായ സംസാരങ്ങളുമാണ് ഒരടിമ അവൻ പതിവാക്കിയിട്ടുള്ളതെങ്കിൽ സഹോദരങ്ങൾ, നമ്മുടെ തലയുടെ അടുത്ത് വന്ന് നമുക്ക് വേണ്ടപ്പെട്ടവർ കെലിമ ചൊല്ലിത്തന്നാലും ഒരു പക്ഷെ അത് ചൊല്ലാൻ സാധിക്കാത്ത അവസ്ഥ ഒരു പക്ഷേ മനുഷ്യർക്ക് വന്നുപെടുമല്ലോ, യാതുമില്ല, അങ്ങനെയുള്ള അവസ്ഥ വരും. അപ്പം അതിന് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ നാവ് നിരന്തരമായി നമ്മൾ ഏതൊന്നാണോ മരണസമയത്ത് നമ്മൾ ചൊല്ലാൻ ആഗ്രഹിക്കുന്ന കെലിമ അത് നമ്മൾ ധാരാളമായി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആ ദിക്ർ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ ലാ തസാലു ലിസാനക റത്ബൻ ബിദിക്രില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നിന്റെ നാവ് എപ്പോഴും പിന്നെ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് നനവുള്ളതായിരിക്കട്ടെ, പിന്നെ ബന്ധമുള്ളതായിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം നമ്മൾ ഏതൊന്നാണോ ആഗ്രഹിക്കുന്നത് അത് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ അമലാക്കുക എങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അന്ത്യസമയത്ത് നമുക്കതിന് അള്ളാഹു തൗഫീഖ് നൽകും. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തത് അൽ മൗതു ബിഅറഖിൽ ജബീൻ. രണ്ടാമത്തെ ഒരു അലാമത്ത്, നമ്മുടെ അന്ത്യം നന്നാകുന്നതിന്റെ അലാമത്ത് അൽ മൗതു ബിഅറഖിൽ ജബീൻ. ഒരടിമയുടെ നെറ്റിത്തടം വിയർക്കുന്ന അവസ്ഥയിൽ ഒരുവൻ മരിച്ചാൽ അത് അവന്റെ നല്ല അലാമത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദും തുർമുദി ഉദ്ധരിച്ച ഹസനായ ഹദീസാണ്. ഇന്നൽ മുഅ്മിന യമൂതു ബിഅറഖിൽ ജബീൻ. തീർച്ചയായും ഒരു മുഅ്മിൻ മരിക്കുന്നത് ബിഅറഖിൽ ജബീൻ, നെറ്റിത്തടത്തിൽ വിയർപ്പുമായിട്ടായിരിക്കും. എന്നാൽ ഈമാനുള്ള അവസ്ഥയിൽ നല്ല മരണം മുഅ്മിനിന്റെ അതിൻ്റെ ഒരു അലാമത്താണ് അത്, നെറ്റിയിൽ വിയർപ്പുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത്. മൂന്നാമത്തെ മറ്റൊരു അലാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മൗതു ലൈലത്തൽ ജുമഅത്തി ഔ നഹാറഹ. വെള്ളിയാഴ്ചയുടെ പകലിലോ രാവിലോ മരിക്കുക, മരണം ഒരുവന് സംഭവിക്കുക എന്നുള്ളത് നല്ലൊരു അലാമത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമഅത്തി ഔ ലൈലത്തൽ ജുമഅ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരടിമ പിന്നെ ജുമഅയുടെ പകലിലോ രാവിലോ ഒരുവൻ മരിക്കുകയില്ല, അള്ളാഹു അവനെ പിന്നെ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടല്ലാതെ. ഇതാണ് മറ്റൊരു അലാമത്ത്. നാലാമത്തെ ഒരു അലാമത്ത്, നല്ല മരണത്തിന്റെ നല്ല അന്ത്യത്തിന്റെ നാലാമത്തെ ഒരു അലാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ മൗതു അലാ അമലിൻ സാലിഹ്. നല്ല അമൽ ചെയ്തുകൊണ്ടിരിക്കെ, സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ മരിക്കുക എന്നുള്ളതാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ സ്വാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹാ. ഒരുവൻ നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നോമ്പെടുത്തുകൊണ്ട് അവൻ മരിച്ചു, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ഒരുവൻ സദഖ ചെയ്തു, ആ അവസ്ഥയിൽ അവൻ മരിച്ചു, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ പറയപ്പെട്ട അലാമത്തുകൾ സഹോദരങ്ങൾ ഒരു മനുഷ്യന്റെ നല്ല അന്ത്യത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈമാനോടുകൂടി ജീവിക്കുന്ന, അതിന് നമ്മൾ എത്ര ഗൗരവം കൊടുക്കുന്നോ അതിനേക്കാളും നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം ഏറ്റവും നല്ല അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുക, അന്ത്യം നന്നാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവൻ നിശ്ചയിച്ചിട്ടുള്ള അസ്ബാബുകൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്കെല്ലാവർക്കും നിശ്ചയിച്ചിട്ടുള്ള ഒരു അവധിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നന്മയിലായിക്കൊണ്ട് അവന്റെ താഅത്തിലായിക്കൊണ്ട് നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടത്തോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താല ഉംറുഹു വഹസുന അമലു, ആരൊരുവന്റെ ആയുസ് നീളുകയും കർമ്മം നന്നാവുകയും ചെയ്തുവോ അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ആയുസ് വർദ്ധിച്ചു കിട്ടാൻ, അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട കാര്യം നമ്മുടെ അന്ത്യം നന്നാകുന്നതാണ്. അത് ഏറ്റവും പ്രധാനം, അള്ളാഹുവിന്റെ ഔദാര്യം. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അസ്ബാബുകൾ സ്വീകരിക്കുന്നതിലൂടെയാണ് നമുക്ക് ആ മഹത്തായ സ്ഥാനം ലഭിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഈമാനോടുകൂടി ജീവിക്കുകയും ധാരാളം കാലം അവന്റെ താഴത്തിലായി ജീവിക്കുകയും അവനെ കണ്ടുമുട്ടുന്ന സമയം അള്ളാഹു തൃപ്തിപ്പെട്ട അവസ്ഥയിൽ ഏറ്റവും നല്ല ഖാത്തിമത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ